ചെമ്മീൻ കിട്ടിയാൽ ഇതുപോലൊരു ഐറ്റം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. അത്രക്കും അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നേരെ പോകാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണക്കാണ് സൂപ്പർ ടേസ്റ്റ് മണമൊക്കെ വരുന്നുള്ളത്. അപ്പോൾ അത് പൊടിയായി കട്ട് ചെയ്തിട്ട് ഉള്ളി, അതേപോലെ തന്നെ പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി അതൊന്ന് ഫ്രൈ ചെയ്യാൻ മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമ്മൾ പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള ചെമ്മീനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുന്നുണ്ടായ ഉള്ളി ഏകദേശം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികളായി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുള്ളത് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി, വളരെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ മീനിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മതി എന്ന് പറഞ്ഞത്. ഇനി ഒന്ന് സൈഡോട്ട് അപ്പുറം ഇപ്പുറം ഒന്നൊക്കെ മാറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ എന്താക്കുക, ചെമ്മീൻ പെരക്കി വെച്ചിട്ടുള്ളതില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് ഇതിലൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് ഫ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ചെമ്മീനൊന്ന് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളിയിലേക്ക്. ഇതാകുമ്പോൾ നമുക്ക് എന്താണ് ലാഭം, 2 പാത്രം എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് നന്നായിട്ട് മൊഞ്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രമൊക്കെ എടുത്തിട്ട് സെറ്റാക്കാം കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പച്ച തേങ്ങ പോലെ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വേണമെന്ന് പറയുന്നുള്ളത്. ഇത് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഉള്ളി, പച്ചമുളക് അങ്ങനെ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഇവിടെ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനിലിട്ട ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് മല്ലി ലീവ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളാക്കിയിട്ടാക്കാം, അടയാക്കിയിട്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പത്തലിൻ്റെ അരിയിൽ ഉപ്പും വെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ചെമ്മീൻ കിട്ടിയാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബൗൾസിലാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. അപ്പച്ചമ്പിൽ നമ്മൾ വേവിച്ചെടുക്കുന്നതാണ് കണ്ടോ. അപ്പോൾ ഞാൻ വെറും മസാലൻ്റെ മാത്രമേ, ഫില്ലിങ്ങിൻ്റെ മാത്രമേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതേപോലെ ബൗൾസ് ആക്കിയിട്ട് നമ്മൾ വേവാൻ വെക്കുക. ഒരു 20 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പച്ചമ്പിൽ നമ്മൾ കവർ ചെയ്തിട്ട് വെക്കാം കേട്ടോ. അതിന് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അതാ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.